HSA ഇംഗ്ലീഷുമായി ബന്ധപ്പെടുത്തി നടത്തുന്ന ടോപ്പിക് വർക്കൗട്ട് ക്ലാസ്സുകളാണ്. അപ്പോൾ HSA ഇംഗ്ലീഷിൽ പറയുന്ന ഗ്രാമർ ടോപ്പിക്കും അതുപോലെ വൊക്കാബുലറിയാണ് നമ്മൾ നോക്കുന്നത്. അല്ലെ ഗ്രാമറിൻ്റെ ടോപ്പിക്കും HSAക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെടുത്തി ചോദിച്ച പ്രീവിയസ് ചോദ്യങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്രാമർ ടോപ്പിക്കിൽ നിങ്ങൾക്ക് ചോദിക്കുക, അല്ലെങ്കിൽ ഗ്രാമറുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ബേസിക് ഗ്രാമർ, നമ്മളെ ബേസിക് ആയിട്ടുള്ള ഗ്രാമർ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ആർട്ടിക്കിൾ ചോദിക്കാറുണ്ട്, രണ്ടാമത്തത് ഏത് ചോദിക്കുന്നു, പ്രിപ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. കാരണം ഇതെല്ലാം സ്കൂൾ ടെക്സ്റ്റിലുള്ള ടോപ്പിക്കുകളാണ്. പിന്നെ ക്ലോസസ് ഉണ്ട്, കണ്ടീഷണൽ സെന്റൻസസ് ഉണ്ട്, ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട സെന്റൻസ്, ടെൻസ് ഉണ്ട്, ഫ്രൈസൽ വെർബ് ഉണ്ട്, കൺജങ്ഷൻസ് കണക്റ്റിംഗ് വെർബുകളുണ്ട്, കണക്റ്റിംഗ് വേർഡ്സ് ഉണ്ട്. പിന്നെ അതേപോലെ റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ട്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, അതുപോലെ വോയിസ് ഉണ്ട്, പാസീവ് ആൻഡ് ആക്റ്റീവ് വോയിസ്, ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസുകളുടെ മാറ്റി എഴുതി, ഇതിനകത്ത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, പിന്നെ അതേപോലെ തന്നെ ഇന്റർചേഞ്ചിങ് സെന്റൻസസ്, സ്റ്റേറ്റ്മെന്റിന് ഇന്ററോഗേറ്റീവിലോട്ട് മാറ്റുക, അതുപോലെ കൈൻഡ്സ് ഓഫ് സെന്റൻസ് മാറ്റി എഴുതുന്നു, അതായത് സിംഗിളിനെ കോമ്പൗണ്ടിലോട്ട് മാറ്റുക, കോമ്പൗണ്ട് കോംപ്ലക്സ്, അങ്ങനെ മാറ്റി എഴുതുന്നു സെന്റൻസുകളുടെ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള 10 പ്രധാനപ്പെട്ട, ഇതിനകത്ത് ധാരാളം ടോപ്പിക്കുകൾ എക്സ്ട്രാ വരുന്നുണ്ട്, ധാരാളം. നമുക്ക് നിങ്ങളിപ്പോൾ പഠിക്കുമ്പോഴത്തേക്കും, ഇംഗ്ലീഷുകാർ പഠിക്കുമ്പോഴത്തേക്കും മൊത്തം സിലബസ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ഗ്രാമറുമായി ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്കും നമ്മൾ നോക്കണം. അപ്പം ഇന്നത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് മാത്രം നോക്കിയിട്ട് പോകാൻ പറ്റത്തില്ല, എല്ലാം നമ്മൾ നോക്കണം, കാരണം ഇംഗ്ലീഷാണ്. അപ്പോൾ നോക്കിയേ, അപ്പോൾ അതിൽ ആർട്ടിക്കിൾ നമുക്കറിയാം, പാർട്സ് ഓഫ് സ്പീച്ചിൽ വരുന്ന ഒരു ഭാഗമാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് നോക്കി വയ്ക്കണം. വിസിബിൾ ആയിട്ട് ഒരു ടോപ്പിക് ഇതിനകത്ത് പറയുന്നില്ല എങ്കിലും പാർട്സ് ഓഫ് സ്പീച്ച് നോക്കണം. ഇപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച്, കാരണം നൗൺ നമ്മൾ 10ാം തീയതി 10ലും മറ്റ് ക്ലാസ്സുകളിലൊക്കെ നൗൺ ഫ്രേസ് എഴുതാൻ വേണ്ടി ചോദിക്കുന്നു, പ്രിപ്പോസിഷൻ ഫ്രേസ് എഴുതാൻ വേണ്ടി ചോദിക്കുന്നു. അതുപോലെ ഒരു ചോദ്യമാണ്, അവർക്ക് വരുന്ന ചോദ്യങ്ങളിലൊന്നാണ് എന്ത് ചെയ്യുന്നു. പിന്നെ അതുപോലെ വെർബ് ഫ്രേസ് എഴുതാൻ വേണ്ടി ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇതുകൊണ്ടപ്പോൾ നൗണ്, വെർബ്, പ്രിപ്പോസിഷൻ, ഇതൊക്കെ എന്താണ് നമ്മൾ പഠിക്കണം. പിന്നെ എന്ത് ചെയ്യുന്നു, എ ആൻഡ് ദി ആണ് ആർട്ടിക്കിളായിട്ട് ഉപയോഗിക്കുന്നത്. പ്രിപ്പോസിഷനായിട്ട് ഉപയോഗിക്കുന്നത് നമുക്കറിയാം, സെന്റൻസുകൾക്ക് പൂർണ്ണത നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ. അതായത് നമുക്ക് ഇപ്പം പ്രിപ്പോസിഷൻ എടുത്ത് പറയാനുള്ള കാരണം, പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം നമ്മൾ പഠിക്കാറുണ്ട്. പ്രൊഫൈൽ റൈറ്റിംഗ് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലാണെങ്കിലും 9ലും +1ലും +2ലും ഒക്കെ പ്രൊഫൈൽ റൈറ്റിംഗ് ഉണ്ട്. അതിനകത്ത് പ്രിപ്പോസിഷന്റെ യൂസേജ് ആണ് കൂടുതലും പഠിക്കുന്നത്. അതുപോലെ പ്രിപ്പോസിഷന്റെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പ്രിപ്പോസിഷനും ഏതും കൂടെ ചേർത്തിട്ട്, ഫ്രൈസൽ വർക്കും കൂടെ ചേർത്ത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അപ്പോൾ അത് പഠിക്കണം. പ്രിപ്പോസിഷനായിട്ട് ഉപയോഗിക്കുന്നത് ഇന്ന്, ഓഫ്, അറ്റ്, വിത്ത്, സിൻസ്, ഫോർ, അങ്ങനെ പോകുന്ന വാക്കുകളെല്ലാം പ്രിപ്പോസിഷനാണ്. പിന്നെ ക്ലോസ് ഉണ്ട്, ഇഫ് ക്ലോസ്. എന്ത് ചെയ്യുന്നു, സ്കൂൾ ടെക്സ്റ്റുകളിൽ ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ടപ്പോൾ +1 ഒരു പാഠം തന്നെ ഇഫ് എന്ന് പറഞ്ഞൊരു കവിത തന്നെ പഠിക്കാനുണ്ട്. 10ലും 9ലും 8ലും പിന്നെ അതേപോലെ +1ലും +2ലും ഒക്കെ ഇഫുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും വരാറുണ്ട്. ഇപ്പോൾ 10ാം ക്ലാസ്സിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ കോൺവെർസേഷൻ ഫില്ലപ്പിൽ നമ്മൾ 1 മാർക്ക് എന്ന് പറയുന്നത് എന്താണ്, ക്ലോസ് ബേസ്ഡ് സെന്റൻസുകളാണ്. പിന്നെ ടെൻസ് എല്ലാ ക്ലാസ്സിലും, നമ്മൾ ചെറിയ ക്ലാസ്സൊക്കെ പഠിക്കുന്നതിന് ടെൻസ് പഠിക്കണം. കാരണം ഇംഗ്ലീഷ് പഠിക്കുന്നെങ്കിൽ ടെൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സെന്റൻസിന്റെ ക്രിയേഷൻസും പഠിക്കണം, അല്ലേ? അപ്പോൾ ടെൻസ്, പിന്നെ അതേപോലെ ഫ്രൈസൽ വെർബുകൾ. ഫ്രൈസൽ വെർബ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വെർബ്, അല്ലെങ്കിൽ ഒരു ടൈപ്പ് വെർബാണ്. ഒരു മെയിൻ വെർബും അതിനോടൊപ്പം പ്രിപ്പോസിഷനും ചേർത്ത് പറയുമ്പോൾ അർത്ഥവ്യത്യാസം ഉണ്ടാക്കാനുള്ള ഒരു യൂസേജ് ആണ് ഫ്രൈസൽ വെർബ് എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിക്കണം, ധാരാളം പഠിക്കണം. അപ്പോൾ അത് വൊക്കാബുലറി സെക്ഷനുകളിൽ വരുന്ന ഒരു കാര്യമാണ്. പിന്നെ കൺജങ്ഷൻസ് എന്ന് പറഞ്ഞാൽ വാക്കുകളെയോ സെന്റൻസുകളെയോ യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പറയുന്ന പേരാണ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിക്കണം. പിന്നെ വോയിസ് ഉണ്ട്, റിപ്പോർട്ടഡ് സ്പീച്ച് പഠിക്കണം. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഏത് ഉപയോഗിക്കുന്നു, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് നമ്മൾ പഠിക്കണം. അത് എല്ലാ ക്ലാസ്സിലും പഠിക്കാനുള്ളതാണ്. പിന്നെ വോയിസ്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്. സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്ത് എഴുതുന്ന സെന്റൻസുകൾ ആക്റ്റീവ്, അതിലെ ഒബ്ജക്റ്റ് എടുത്ത് മുന്നിൽ മാറ്റി എഴുതി കഴിഞ്ഞാൽ അതിന് പറയുന്ന പേര് പാസീവ് വോയിസ്. ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കണം. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റേറ്റ്മെന്റുകൾക്ക് ചോദിക്കുന്ന ചെറു ചോദ്യങ്ങൾക്ക് പറയുന്ന പേരാണ് ക്വസ്റ്റ്യൻ ടാഗ്. അത് നമ്മൾ പഠിക്കണം. അതുപോലെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസുകളുടെ മാറ്റിയെഴുത്ത് നമ്മൾ പഠിക്കണം. അതിൽ ആദ്യത്തെ നോക്കിയേ, ഒരു ചോദ്യം HSAക്ക് ചോദിച്ച ചോദ്യമാണ്. HSA ഇംഗ്ലീഷിന് ചോദിച്ച ചോദ്യം ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. സ്പെയിൻ ഈസ് ഡാഷ് യൂറോപ്യൻ കൺട്രി. ഏതാണ്? ദായുണ്ട്, ഓഫ് ഉണ്ട്, ആൻ ഉണ്ട്, എ ഉണ്ട്. പറഞ്ഞു നോക്കിയേ, ഏത് വരുന്നു? സ്പെയിൻ ഈസ് എ യൂറോപ്യൻ കൺട്രി. ഡി ഓപ്ഷൻ ആയിട്ടുള്ള എ ആണ് വരുന്നത്. നമുക്ക് ആർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ ഇതിലാണ് എ ആണ് വരുന്നത്. അതുപോലെ മറ്റൊരു ചോദ്യമാണ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് ഫില്ലിംഗ് ദ ഗ്യാപ്സ് ഇൻ
ദി ഫോളോയിങ് സെന്റൻസ് യൂസിങ് എ ആൻഡ് എക്സ് എന്ന് പറഞ്ഞ ഇഫ് ദർ ഈസ് നോ ആർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അവിടെ എക്സ് കൊടുക്കാം. ആർട്ടിക്കിൾ ഇല്ല എങ്കിൽ വേണ്ട, എക്സ് ആണ് പറയുന്നത്. ഇതായുടെ കാര്യം പറയുന്നില്ല. ഹൗ ഡിഡ്, നമുക്ക് ചോദ്യം ഇതാണ്, ഹൗ ഡിഡ് യു ട്രാവൽ ടു ഡാഷ് ശ്രീലങ്ക ബൈ ഡാഷ് ഷിപ്പ് ഓർ ബൈ ഡാഷ് എയർപ്ലെയിൻ. കണ്ടല്ലോ തന്നിരിക്കുന്ന ചോദ്യം. ഇപ്പൊ ശ്രീലങ്ക എന്ന് പറയുന്നതിന് മുന്നിൽ ഏത് ആർട്ടിക്കിൾ ചേർക്കും, അതുപോലെ ഷിപ്പ് എന്ന് പറയുന്നതിന് മുന്നിൽ ഏത് ആർട്ടിക്കിൾ ചേർക്കും, അതുപോലെ എയ്റോപ്ലെയിൻ എന്ന് പറയുന്നതിന് മുന്നിൽ ഏത് ആർട്ടിക്കിൾ ചേർക്കും. കണ്ടല്ലോ. അപ്പൊ നമ്മള് നോർമൽ ഐഡിയയിൽ നിങ്ങൾ ഓർമ്മയിലിരിക്കാം, രാജ്യങ്ങളുടെ പേരിന് മുന്നിൽ നമ്മൾ ആർട്ടിക്കിൾ ഒന്നും ചേർക്കണ്ട. രാജ്യങ്ങളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട. അപ്പൊ ശ്രീലങ്കയ്ക്ക് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട, നോ ആർട്ടിക്കിൾ ആണ്. ഇനി രണ്ടാമത്തത് ഷിപ്പിന് മുന്നിൽ എ ആണ് ചേർക്കുന്നത്, എ ഷിപ്പ്. എയ്റോപ്ലെയിന് മുന്നിൽ ആനാണ് ചേർക്കുന്നത്, എയും ആനും ഇതാ ഇവിടെ ഉണ്ട്. കണ്ടല്ലോ. എന്നാൽ അത് എഴുതി കഴിഞ്ഞാൽ തെറ്റാണ്, ഉത്തരം തെറ്റാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, അവിടെ പ്രിപ്പോസിഷനും ആർട്ടിക്കിളും ചേർത്തുള്ളൊരു ചോദ്യം വരുന്നു. അതായത് ബൈ കഴിഞ്ഞിട്ട് വരുന്നത് വെഹിക്കിൾസിന്റെ പേരാണ്. ബൈ എന്ന പ്രിപ്പോസിഷൻ കഴിഞ്ഞാൽ തുടർന്ന് വരുന്നത് വാഹനങ്ങളുടെ പേരാണ്. കണ്ടല്ലോ, ബൈ കഴിഞ്ഞാൽ വാഹനങ്ങളുടെ പേരാണ്. ഇനി നമുക്ക് വാഹനങ്ങളുടെ പേരേ വരുള്ളൂ. ഇനി ബൈ കഴിഞ്ഞിട്ട് എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കണമെങ്കിൽ, ബൈ കഴിഞ്ഞിട്ട് എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, വാഹനങ്ങളുടെ പേരിന് മുന്നിൽ നമുക്ക് എന്ത് വരണം കുട്ടികളെ, വാഹനങ്ങളുടെ പേരിന് മുന്നിൽ പൊസസീവ് അഡ്ജക്റ്റീവ്സ് വരണം. എന്ത് വരണം, പൊസസീവ് അഡ്ജക്റ്റീവ്സ്. ബൈ കഴിഞ്ഞിട്ട് നമുക്ക് ബൈ ഉപയോഗിക്കണ്ട, ബൈ അല്ല, എ അല്ലെങ്കിൽ ആൻ വാഹനങ്ങളുടെ പേരിന് മുന്നിൽ ഉപയോഗിക്കണമെങ്കിൽ അവിടെ ഒന്നെങ്കിൽ ആർട്ടിക്കിൾ മാത്രം വരണം, അല്ല എങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവ്സ്. പൊസസീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദേ. അപ്പൊ നമ്മള് വാഹനങ്ങളുടെ പേരിന് മുന്നിൽ എയും ആനും വരാം, പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എ ആനും ഉപയോഗിക്കാം. പക്ഷെ എന്ത് വരാൻ പാടില്ല എന്നർത്ഥം, ബൈ വരാൻ പാടില്ല. അപ്പൊ ബൈ എന്ന പ്രിപ്പോസിഷൻ അല്ലെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ തുടർന്ന് വാഹനങ്ങളുടെ പേരിന് മുന്നിൽ എയോ ആനോ ഉപയോഗിക്കാൻ പാടില്ല. വന്നിട്ടില്ല എങ്കിൽ നമുക്ക് എയോ ആനും വെച്ചിട്ട് പറയാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഡി ഓപ്ഷനാണ്. ഉത്തരമായിട്ട് വരുന്നത് ഡി ഓപ്ഷനാണ്, മറക്കരുത് കേട്ടോ. അപ്പൊ നോക്കിയേ, നമുക്ക് ആർട്ടിക്കിളുകളായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർട്ടിക്കിളുകളായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് എ ഉപയോഗിക്കാറുണ്ട്, ആൻ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ ദ ഉപയോഗിക്കാറുണ്ട്. എ, ആൻ, ദ. അതുപോലെ ആർട്ടിക്കിൾ ഉപയോഗിക്കാത്ത കണ്ടീഷനും ഉണ്ട്, നോ ആർട്ടിക്കിൾ. ഇതില് എ അല്ലെങ്കിൽ ആൻ എവിടെയാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചോണം. ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ മലയാളത്തിലെ സ്വരാക്ഷരത്തിലാണ് ഉച്ചാരണം തുടങ്ങുന്നതെങ്കിൽ, ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ മലയാളത്തിലെ സ്വരാക്ഷരത്തിലാണ് ഉച്ചാരണം തുടങ്ങുന്നതെങ്കിൽ അവയ്ക്ക് മുന്നിൽ നമുക്ക് എന്ത് ചേർത്ത് പറയാം, ആൻ ചേർത്തിട്ട് പറയാം. ഒരു വാക്ക് നമ്മൾ പ്രൊനൗൺസിയേഷന്റെ ആദ്യത്തെ മലയാള അക്ഷരം നോക്കണം. പ്രൊനൗൺസിയേഷന്റെ ആദ്യത്തെ മലയാള അക്ഷരം ഒരു സ്വരാക്ഷരമാണെങ്കിൽ, ആ മുതൽ അം വരെ വരുന്ന അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ ആൻ ചേർക്കുക. നോക്കിയേ, യൂറോപ്യൻ നമ്മൾ ഉച്ചരിക്കുന്ന, അങ്ങനെ അല്ല ഉച്ചരിക്കുന്നതെങ്കിൽ എ ചേർത്ത് പറയുക. സ്വരാക്ഷരത്തിലല്ല എങ്കിൽ ഉച്ചരിക്കുന്ന എ ചേർത്ത്. യൂറോപ്യൻ എന്തിനാണ് കുട്ടികളെ തുടങ്ങുന്നത്, നമുക്ക് ഈ എന്ന് നമ്മൾ എ ഇ ഐ ഒ യു അത് ഓർമ്മയിലിരിക്കില്ല കേട്ടാ. അങ്ങനെയുള്ള അക്ഷരങ്ങളല്ല, അതിന്റെ പ്രൊനൗൺസിയേഷനാണ്. യൂറോപ്യൻ യായിലല്ലേ എഴുതുന്നത്, യാ എന്ന് പറയുന്ന സ്വരാക്ഷരമില്ല, അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് ചേർത്ത് പറയുന്നത്, എ യൂറോപ്യൻ. യൂണിയൻ, നമുക്ക് യൂണിയൻ നിങ്ങൾ തന്നെ പറഞ്ഞു നോക്ക്, യായിലാണ്, എ യൂണിയൻ. അതുപോലെ ഓണസ്റ്റ് പറഞ്ഞു നോക്കിയിട്ടുള്ള ഓണസ്റ്റ് ഓയിലാണ്, ഓ എന്ന് പറയുന്ന സ്വരാക്ഷരം, ആൻ ഓണസ്റ്റ്. എം എൽ എ നമുക്ക് എം എൽ എ എങ്ങനെ പറയാം, എയിലാണ് ഉച്ചാരണം, ആൻ എം എൽ എ. കണ്ടോ, അങ്ങനെ അല്ല എങ്കിൽ എ ചേർക്കാം. ബോയ് ഏതാണ്ടേ, ബായിലാണ് ഉച്ചാരണം, ബായ് എന്ന് പറയാൻ സ്വരാക്ഷരമില്ല, എ ബോയ്, മറക്കൂലല്ലോ. ഇനി നമ്മൾ ദാ പഠിക്കുക. ദാ എങ്ങനെ പഠിക്കാം, ദാ പ്ലസ് പ്രിസൺ എന്ന് പഠിക്കണം കേട്ടോ. ദാ പ്ലസ് പ്രിസൺ, ഒരു കോഡ് പഠിക്കുക, ദാ പ്ലസ് പ്രിസൺ എന്ന് പഠിക്കുക. പിയിൽ വരുന്ന വാക്കാണ് പീപ്പിൾ ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തെ ജനങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് മുന്നിൽ നമുക്ക് എന്ത് ചേർക്കാം മക്കളെ, ദാ ചേർക്കാം. ദ ഇന്ത്യൻ, ദ അമേരിക്കൻ, ഇങ്ങനെയൊക്കെ. ആറിൽ വരുന്ന വാക്കാണ് റിലീജിയസ് ബുക്ക്, റിലീജിയസ് ബിൽഡിങ്, മോണമെന്റ്സ്. റിലീജിയസ് ബുക്ക്, ബിൽഡിങ്, മോണമെന്റ്സ്. അമ്പലങ്ങളുടെയും പള്ളികളുടെയൊക്കെ പേരുകൾ, മതപരമായിട്ടുള്ള പുസ്തകങ്ങളുടെ പേര്, മോണമെന്റ്സ് സ്മാരകങ്ങളുടെ പേര്. ദാ ഫിക്സഡ് ആർട്ടിക്കിൾ ആണ്, ദാ ചേർക്കാം. ഇവയ്ക്ക് മുന്നിൽ ദാ ചേർക്കാം. അമ്പലങ്ങളുടെ പേര്, പിന്നെ അതുപോലെ എന്ത് ചെയ്യാം, നമ്മുടെ ആരാധനാലയങ്ങളുടെ പേര് ഇപ്പൊ ശബരിമല, മുസ്ലിം ജമാഅത്ത്, ഇങ്ങനെയുള്ള പേരുകൾക്ക് മുന്നിൽ ദാ ചേർക്കാം. ബൈബിൾ, ഖുറാൻ, ദാ ചേർക്കാം.
അതേപോലെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഭഗവത്ഗീത ദാ ചേർക്കാം. പിന്നെ അതേപോലെ താജ്മഹൽ ദാ ചേർക്കാം. അതിൽ വരുന്ന വാക്കാണ് ഇൻവെൻഷൻസ്. ഇലക്ട്രോണിക് ഇൻവെൻഷൻസ്, കണ്ടുപിടുത്തങ്ങളുടെ പേരിന് മുന്നിൽ എന്ത് ചേർക്കാം, ദാ ചേർക്കാം. ഇലക്ട്രോണിക് ഇൻവെൻഷൻസിന്റെ പേരിന് മുന്നിൽ ദാ ചേർക്കാം. ഓക്കെ. എസ്സിൽ വരുന്ന വാക്കാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. എസ്സിൽ വരുന്ന വാക്ക് സൂപ്പർലേറ്റീവ് ഡിഗ്രി, അതായത് ESTയിൽ അവസാനിക്കുന്നതോ മോസ്റ്റിൽ തുടങ്ങുന്നതായിട്ടുള്ള വാക്കാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. അവയ്ക്ക് മുന്നിൽ ദാ ചേർക്കാം, മറക്കരുത്. ഓയിൽ വരുന്ന വാക്കാണ് ഓഫീസ് പൊസിഷൻ ഓർഡിനൽ നമ്പർ. ഓഫീസ് പൊസിഷൻ ഓർഡിനൽ നമ്പർ. നമ്മുടെ സ്ഥാനമാനങ്ങൾക്ക് മുന്നിൽ ദാ ചേർക്കാം. അതായത് പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് മുന്നിൽ ദാ ചേർക്കാം. ഓർഡിനൽ നമ്പർ എന്ന് പറഞ്ഞാൽ സ്ഥാനത്തെ കുറിക്കുന്ന സംഖ്യകൾക്ക് മുന്നിൽ ദാ ചേർക്കാം. ഏതൊക്കെയാണ് മക്കളെ? നമുക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എല്ലാത്തിനും മുന്നിൽ ദാ ചേർക്കാം. എന്നിൽ വരുന്ന 7 വാക്കുണ്ട്, പഠിച്ചോണം. ഒന്നാമത്തത് നെയിം ഓഫ് നാച്ചുറൽ ട്രൂത്ത്, പ്രകൃതി സത്യങ്ങളുടെ പേരിന് മുന്നിൽ ദാ ചേർക്കാം. ദ സണ്ണ്, മൂണ്, എർത്ത്, സ്കൈ ഇങ്ങനെയൊക്കെ ഉള്ളതിന് മുന്നിൽ ദാ ചേർക്കാം. രണ്ടാമത്തത് നെയിം ഓഫ് റിലീജിയൻ ആൻഡ് റോയൽ പൊസിഷൻ, മതങ്ങളുടെയും രാജകൊട്ടാരത്തിലെ സ്ഥാനമാനങ്ങൾക്ക് മുന്നിൽ ദാ ചേർക്കാം. റിലീജിയൻ ആൻഡ് റോയൽ പൊസിഷൻ, റിലീജിയൻ ആൻഡ് റോയൽ പൊസിഷൻ അല്ലേ? ഏതൊക്കെയാണ്? ഹിന്ദു, ഇസ്ലാം, മുസ്ലിം, അതേപോലെ കിങ്, ക്യൂന്, പ്രിൻസ് ഒക്കെ ചേർക്കാം. അടുത്താണ് നെയിം ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ബോഡി പാർട്സ്, വാദ്യോപകരണങ്ങളുടെ പേരിന് മുന്നിലും ബോഡി പാർട്സിന്റെ പേരിന് മുന്നിലും ദാ ചേർക്കാം. ദ ഹാർട്ട്, ദ ലെഗ് ഒക്കെ ചേർക്കാം. ദ വയലിൻ, ഗിത്താർ ചേർത്ത് പറയാം. അടുത്താണ് നെയിം ഓഫ്, പഠിച്ചോ, ഷിപ്പ്, ട്രെയിൻ, ഷിപ്പുകളുടെ പേര്, ട്രെയിനുകളുടെ പേര്, പിന്നെ ഷിപ്പ്, ട്രെയിന്, ഹോട്ടലുകളുടെ പേര്, തിയേറ്ററുകളുടെ പേര്. ഹോട്ടല്, തിയേറ്റർ, ഷിപ്പ്, ട്രെയിന്, ഹോട്ടല്, തിയേറ്റർ, മാള്, ബാങ്ക്, ഡയറക്ഷൻ. മാളുകളുടെ പേര്, ബാങ്കുകളുടെ പേര്, ഡയറക്ഷനുകളുടെ പേര്. ഷിപ്പ്, ട്രെയിന്, ഹോട്ടല്, തിയേറ്റർ, മാള്, ബാങ്ക്, ഡയറക്ഷൻ എല്ലാത്തിനും മുന്നേ നമുക്ക് എന്ത് ചേർക്കാം? ദാ ചേർക്കാം. ഷിപ്പ്, ട്രെയിന്, ഹോട്ടല്, തിയേറ്റർ, മാള്, ബാങ്ക്, ഡയറക്ഷൻ. ഇവിടെ എല്ലാം എന്ത് ചേർത്ത് പറയാൻ പറ്റില്ല? ദാ ചേർത്തിട്ട് പറയാം. അതുപോലെ വരുന്നതാണ് നെയിം ഓഫ് മൗണ്ടെയിൻ റേഞ്ചസ് ആൻഡ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്, പർവ്വത നിരകളുടെ പേരിനും ഇതാ ചേർക്കുക. എന്നാൽ സിംഗിൾ മൗണ്ടെയിൻ, സിംഗിൾ ഐലൻഡ് ആണെങ്കിൽ ചേർക്കരുത്. ഇപ്പൊ എവറസ്റ്റ്, കൊടുമുടി എന്ന് പറഞ്ഞാൽ നോ ആർട്ടിക്കിളാണ്. എന്നാൽ എന്ത് ചെയ്യുന്നൂടെ, നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് പർവ്വതനിരകളാണ്. അവിടെ നമ്മൾ എന്ത് ചേർത്ത് പറയുക? ദാ ചേർത്തിട്ട് പറയുക. മനസ്സിലായോ? അതേപോലെ നെയിം ഓഫ് ന്യൂസ് പേപ്പർ ആൻഡ് മാഗസിൻ, ന്യൂസ് പേപ്പറുകളുടെയും മാഗസീന്റെ പേരിന് മുന്നിലും ദാ ചേർക്കുക. എന്നാൽ ലോക്കൽ ന്യൂസ് പേപ്പർ, മാഗസിൻ വേണ്ട, ഇന്റർനാഷണൽ എഡിഷൻസ് മുന്നിൽ മതി. ലാസ്റ്റ് നെയിം ഓഫ് റിവർ, കനാല്, ഓഷൻ, ഡെസേർട്ട്, വാലി, ഫോറസ്റ്റ്. റിവറുകളുടെ പേര്, കനാലുകളുടെ പേര്, സീ സമുദ്രങ്ങളുടെ പേര്, ഓഷൻസ്, ഡെസേർട്ട്, വാലി, ഫോറസ്റ്റ് ഇവയ്ക്ക് മുന്നിലെല്ലാം ദാ ചേർക്കാം. മറക്കരുത്. നോക്കിയാണല്ലോ, ഇതാണ് ദാ ഉപയോഗിക്കുന്നത്. ആർട്ടിക്കിൾ ഉപയോഗിക്കാത്ത കണ്ടീഷൻ നോ ആർട്ടിക്കിൾ എവിടെയൊക്കെയുണ്ട്? നോ ആർട്ടിക്കിൾ ഒന്ന് എന്ത് ചെയ്യും? ഭൂമി ഒഴികെയുള്ള മറ്റ് ഗ്രഹങ്ങളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട. ഭൂമിയുടെ മുന്നിൽ മാത്രം ദാ ചേർക്കുക, മറ്റ് ഗ്രഹങ്ങളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ ഒന്നും വേണ്ട. ഭൂമി ഒഴികെയുള്ള മറ്റ് ഗ്രഹങ്ങൾക്ക് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട. രണ്ടാമത്തത് നേച്ചർ, പാരഡൈസ്, ഹെല്ല് ഇവയ്ക്ക് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട. നേച്ചർ, പാരഡൈസ്, ഹെല്ല്, ഗോഡ് ഇവയ്ക്ക് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട. മൂന്നാമത്തത് അബ്സ്ട്രാക്റ്റ് നൗണുകൾക്ക് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട. അബ്സ്ട്രാക്റ്റ് നൗൺ കാണാനോ സ്പർശിക്കാനോ കഴിയാത്ത നാമങ്ങൾ, ആർട്ടിക്കിൾ ചേർക്കണ്ട. നാലാമത്തത് വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട. നമ്മളുടെ പേരുകൾ, നമ്മളെ സ്ഥലങ്ങളുടെ പേര് ആർട്ടിക്കിൾ വേണ്ട. എന്നാൽ വ്യക്തികളുടെ പേരിന് മുന്നിൽ മിസ്റ്റർ എന്നോ അല്ലെങ്കിൽ മിസ്സിസ് എന്നോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചേർക്കാം? എ ചേർത്ത് പറയാം. മറക്കല്ല കേട്ടാ. എ മിസ്റ്റർ രാഹുൽ പറയാം. എന്നാൽ ഡാഷ് രാഹുൽ നോ ആർട്ടിക്കിളാണ്. അടുത്തത് സിംഗിൾ മൗണ്ടെയിൻ, സിംഗിൾ ഐലൻഡുകൾക്ക് പേരിന് മുന്നിൽ വേണ്ട. പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ലോക്കൽ, ഹോട്ടല്, തിയേറ്റർ, മാള് ഇവയ്ക്ക് മുന്നിൽ വേണ്ട. ഭാഷകളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ ചേർക്കരുത് കേട്ടോ. ഭാഷകളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ ചേർക്കരുത്. എന്നാൽ ഭാഷകളുടെ പേര് കഴിഞ്ഞിട്ട് ലാംഗ്വേജ് എന്ന വാക്കുകൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ചേർത്ത് പറയാം. മറക്കല്ല. ഇപ്പൊ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം എന്ന് പറഞ്ഞാൽ നോ ആർട്ടിക്കിളാണ്. എന്നാൽ ഹിന്ദി ലാംഗ്വേജ്,
മലയാളം ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നെങ്ങനെയാണ് വന്നു കഴിഞ്ഞാൽ ദാ ചേർത്തിട്ട് പറയാം, മറക്കരുത്. അതേപോലെ രാജ്യങ്ങളുടെ പേരിനുമില്ല ആർട്ടിക്കിളൊന്നും വേണ്ട, രാജ്യങ്ങളുടെയും കോണ്ടിനെന്റുകളുടെയും പേരിനുമില്ല ആർട്ടിക്കിൾ വേണ്ട. എന്നാൽ രാജ്യങ്ങളുടെ പേരിനുമില്ല യുണൈറ്റഡ്, അതുപോലെ കിങ്ഡം, അതേപോലെ സുൽത്താനേറ്റ്, അതുപോലെ റിപ്പബ്ലിക്, ഇങ്ങനെയുള്ള വാക്കുകൾ വന്നു കഴിഞ്ഞാൽ ദാ ചേർക്കാം. ഇപ്പൊ യുണൈറ്റഡ് നേഷൻസ് അല്ലെങ്കിൽ നേഷൻ ഓഫ് അമേരിക്ക അല്ലെങ്കിൽ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നൊക്കെയാണ് വരെയെങ്കിൽ ദാ ചേർക്കുക. ഡാഷ് ഇന്ത്യ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ വേണ്ട. ഓക്കെ. അതുപോലെ സ്കൂള്, കോളേജ്, ടെമ്പിള്, ചർച്ച്, സ്കൂള്, കോളേജ്, ടെമ്പിള്, ചർച്ച്, ഹോസ്പിറ്റൽ, ഈ വാക്കുകൾക്ക് മുന്നിൽ ദാ ചേർക്കുകയും ചെയ്യാം, ചേർക്കാതെ ഇരിക്കാം. ഓർമ്മയിലിരിക്കുക, സ്കൂള്, കോളേജ്, ടെമ്പിള്, ഹോസ്പിറ്റൽ, ചർച്ച്, ഈ സ്ഥലങ്ങളിൽ അതാത് കാര്യങ്ങൾ ഇതിൻ്റെതായിട്ടുള്ള ധർമ്മങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നോ ആർട്ടിക്കിളാണ്. ഇപ്പോൾ സ്കൂളിൽ പഠിക്കാനാണ് പോകണമെന്നാണ് പറയുന്നതെങ്കിൽ ആർട്ടിക്കിൾ വേണ്ട. എന്നാൽ അതർ പർപ്പസിനാണ് പോകണമെങ്കിൽ, മറ്റു കാര്യങ്ങൾക്കാണ് പോകണമെങ്കിൽ അവിടെ ദാ ചേർത്തിട്ട് പറഞ്ഞു. ഐ ആം ഗോയിങ് ടു സ്കൂള് ഫോർ സ്റ്റഡി, ടു സ്കൂൾ ഫോർ സ്റ്റഡി. ഐ ആം ഗോയിങ് ടു ദ സ്കൂള് ടു സീ മൈ അങ്കിൾ, അങ്കിളിനെ കാണാൻ വേണ്ടി പോയി. ഇപ്പം ടു ദ സ്കൂളും ടു സ്കൂളും മറക്കരുത്. ക്ലിയർ ആണല്ലോ? ഇതാണ് ആർട്ടിക്കിളിൻ്റെ ഉപയോഗങ്ങൾ, മറക്കരുത്. ഓക്കെ. രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്, HSIക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. കംപ്ലീറ്റ് ദ സെന്റൻസ് വിത്ത് സ്യൂട്ടബിൾ ക്ലോസ് ആണ്. if he had asked me comma dash, കണ്ടല്ലോ, I will help him, I would help him, I would have helped him, I had helped him. ഏത് വരുന്നുണ്ടല്ലേ? നമുക്ക് ഉത്തരമായിട്ട് വരുന്ന സി ഓപ്ഷനാണ്. ഇഫിന്റെ 3 റൂൾ ഏതാ? ഇഫ് പ്ലസ് ഇഫ് കഴിഞ്ഞിട്ട് സിമ്പിൾ പ്രസന്റ് ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് ഉത്തരം വില്ല്, അതുപോലെ ഷാള്, അതുപോലെ ക്യാൻ, അതുപോലെ മേ പ്ലസ് V1, മേ പ്ലസ് V1. സിമ്പിൾ പ്രസന്റ് എങ്ങനെ മനസ്സിലാക്കാം? വെർബ് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് ഡു അല്ലെങ്കിൽ ഡസ് വരാം, അതുപോലെ ഈസ്, ആം, ആറ്, അതുപോലെ ഹാസ്, ഹാവ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് V1. ഇഫിന്റെ രണ്ടാമത്തെ റൂളാണ് ഇഫ് പ്ലസ് V2 വരാം, അല്ലെങ്കിൽ ഡിഡ് വരാം, അല്ലെങ്കിൽ വാസ് വരാം, അല്ലെങ്കിൽ വെയർ വരാം. സിമ്പിൾ പാസ്റ്റ്. ഇവിടെ ഹാഡ് ഇപ്പൊ പറയണ്ട എങ്കിൽ മറുഭാഗത്ത് ഉത്തരം വുഡ്, അതുപോലെ ഷുഡ്, അതുപോലെ കുഡ്, അതുപോലെ മൈറ്റ് പ്ലസ് V1 എഴുതുക. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 എഴുതുക. ഇഫിന്റെ മൂന്നാമത്തെ റൂളാണ് ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3, ഹാഡ് പ്ലസ് V3 ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് ഉത്തരം വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്ലസ് ഹാവ് പ്ലസ് V3. ഇത് അടക്കുന്നുണ്ടാ ഹാഡ് കഴിഞ്ഞിട്ട് V3 വന്നുകൊണ്ട് മറുഭാഗത്ത് വുഡ് ഹാവ് വരുന്ന ഓപ്ഷൻ, വുഡ് ഹാവ് പ്ലസ് V3. ഇനി ഈ ഹാഡിന്റെ കാര്യത്തിൽ ചെറിയ ശ്രദ്ധ കൊടുത്തേ. ഇഫ് കഴിഞ്ഞിട്ട് ഹാഡ് കഴിഞ്ഞിട്ട് ഒരു നൗണാണ് വരുന്നതെങ്കിൽ രണ്ടാമത്തെ റൂൾ അനുസരിച്ചിട്ട്, രണ്ടാമത്തെ റൂൾ ഏതാ? അതായത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. കാരണം എന്താ? ഈ ഹാഡിനെ V2 ഫോമിൽ വെർബായിട്ട് കരുതി ഉത്തരവിടുന്നു. ഇനി നോക്കൂ, ഒരെണ്ണം കൂടെ പഠിച്ച്. ഇഫ് കഴിഞ്ഞിട്ട് 2 ഹാഡ് കഴിഞ്ഞിട്ടാണ് ഒരു നൗൺ വരുന്നതെങ്കിൽ നമ്മൾ മറുഭാഗത്ത് ഏതെഴുതുക? മൂന്നാമത്തെ റൂൾ അനുസരിച്ച് എഴുതുക. അതായത് ഏതാണ്? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 എഴുതുക. V3 ആണേ. ഇനി നോക്ക്, കാരണം എന്താ? ഒരു ഹാഡിന് ഓക്സിലറി ആയും ഒരു ഹാഡിന് V3 ഫോം ഓഫ് വെർബായിട്ട് കരുതി ഉത്തരവിടുന്നു. മറക്കരുത്, കണ്ടീഷണൽ ക്ലോസ് ആണ്. ഇപ്പോൾ 2 ടോപ്പിക്കാണ് നമ്മൾ നോക്കിയത്. 2 ടോപ്പിക്കിൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിച്ച ചോദ്യങ്ങൾ വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ആ നോട്ട് ഒന്ന് നോക്കി, അല്ലെങ്കിൽ ഒന്ന് അറിയാമെങ്കിൽ എന്നോടൊപ്പം പറഞ്ഞു നോക്കി ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.